കാഴ്ച എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ഒരു ബലൂൺ കണ്ട്. ബലൂണൊക്കെ കാണാൻ എനിക്കിഷ്ടമാണെങ്കിൽ ഇതൊരു വാങ്ങാനുള്ള ക്രൈസൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ബലൂൺ കണ്ടപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇത് വാങ്ങണം എന്ന് എനിക്കൊരാഗ്രഹം. എന്നിട്ട് ഞാൻ ആ മോളെ അമ്മേനോട് ചോദിച്ച് ഇത് എവിടുന്നാണ് വാങ്ങിയതെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആ സൈഡിൽ നിന്നാണ്. എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ 70 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും വിചാരിച്ചൊരു 150 ആവുണ്ടാവുന്ന. കാരണം അതിൻ്റെ ഉള്ളിലുള്ള കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊരു ബലൂൺ ഉണ്ട്, എന്നിട്ട് പുറത്തും നല്ല ക്യൂട്ടായിട്ടുള്ള ബലൂൺ ആയതുകൊണ്ട് കുറച്ചുകൂടി റേറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തു. 70 അല്ലേ ഉള്ളൂ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ മൈൻഡ് സെറ്റാക്കി നിന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതാകെ ഒരൊറ്റ പീസേ ഉള്ളൂ. അപ്പോൾ ഒന്നേ ഉള്ളൂ, ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതങ്ങ് തട്ടിപ്പറിച്ചോടിയാലോ എന്നെൻ്റെ മൈൻഡിൽ ഒരു നിമിഷം തോന്നിയെങ്കിലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ എന്തോ ചെറിയ തകരാറുള്ള പോലത്തെ ഒരു ആന. ഇപ്പം മൂപ്പര് ഉത്സവത്തിൻ്റെ വൈബിലാണോ എന്നറിയില്ല, കാര്യമായിട്ട് തലയൊക്കെ ആട്ടുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ക്യൂട്ട് ആനകളില്ലേ, അതേപോലെയൊക്കെ. അപ്പോഴേ ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഇതെങ്ങാനും ഇടയോ. ഞാൻ ആ ബലൂണ് തട്ടിപ്പറിച്ചോടി, ആന അത് കണ്ടിട്ട് ആനയും പിറകെ ഓടി. അങ്ങനെ ആന അടഞ്ഞു എന്നുള്ളൊരു പേര് വന്ന് എന്തിനാ ഇതൊക്കെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ആ സൈഡിൽ കൂടി അങ്ങ് പോയി. നമുക്കിനി അടുത്ത ഉത്സവപ്പറമ്പിൽ നിന്ന് എവിടെന്നെങ്കിലും ഇങ്ങനത്തെ വാങ്ങാം.